ന്യൂസിലാൻഡിനെതിരെ ഏകദിന പരമ്പര പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ വരാനിരിക്കുന്ന T20 പരമ്പര വളരെ നിർണായകമാണ്. അത് പല കാരണങ്ങളും കൊണ്ടുണ്ട്. ഒന്ന്, ഈ ഏകദിന പരമ്പരയിലേറ്റ പരാജയത്തിന് ഒരു തിരിച്ചടി ന്യൂസിലാൻഡിന് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് നേരത്തെ ആണെങ്കിൽ അതെ അതെ അതെ, നേരത്തെ ടെസ്റ്റ് ആണെങ്കിലും പോലും ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി ഏറ്റതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യനെ സംബന്ധിച്ച് T20 ലോകകപ്പിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ഒരു തയ്യാറെടുപ്പാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് ഈ ലോകകപ്പ് നടക്കുന്ന സമയത്ത് കുറച്ച് T20 മത്സരങ്ങളുടെ കളിക്കാനുള്ള ഒരു അവസരം ടീമിന് ലഭിക്കുക. സെയിം ടീം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിൽ ഈ ഇന്ത്യനെ സംബന്ധിച്ച് ഇവിടെ ന്യൂസിലാൻഡിനെതിരെ മുമ്പ് കളിച്ച മത്സരത്തിൽ ഇന്ത്യ 79 റണ്ണിന് ഓൾ ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ള അതിൽ ഏറ്റവും ട്രിക്കി ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസിലാൻഡ് ഇന്ത്യയുടെ ഇന്ത്യൻ കണ്ടീഷനുകളിൽ, സ്പിന്നിനെ തുണക്കുന്ന ഇന്ത്യൻ കണ്ടീഷനുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. ആ ഒരു പെർഫോമൻസിന്റെ ഭാഗം തന്നെയാണ് മിച്ചൽ സാൻഡറും സോദിയുമാണ് അന്ന് ഇന്ത്യൻ ടീമിനെ തകർക്കുന്നത്. ആ രണ്ടുപേര് ഇന്നും ടീമിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ അനുഭവ സമ്പത്തും എല്ലാം ഈ വരുന്ന ഈ മത്സരത്തിൽ കാണുന്നു ചെയ്തു. നമുക്കറിയാം, ഇപ്പം പറഞ്ഞ തന്നെ സ്പിന്ന് ഇപ്പം ഈ ടീമിന് മാത്രമല്ല, നമുക്കറിയാം ന്യൂസിലാൻഡ് ഇപ്പം സമീപകാലത്ത് ഇന്ത്യയിൽ ഏത് ഫോർമാറ്റിലായാലും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ T20 ഫോർമാറ്റിൽ ഇതേ സ്റ്റേഡിയത്തിൽ 79 റൺസിന് ഇന്ത്യയെ ഓൾ ഔട്ടാക്കിയ താരങ്ങൾ അതേ ഒരു ഭൂരിഭാഗം താരനിരയായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ ഏകദിന പരമ്പരയിലെ തോൽവി. അതിന് മുന്നേ നമുക്ക് ടെസ്റ്റിൽ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ മാത്രം ഒരു ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ടീമാണ് ഇന്ത്യ. T20 ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ T20 ഇന്ത്യക്ക് മികച്ചൊരു സ്ക്വാഡാണ്, മികച്ച ടീമാണ്. സമീപകാലത്തൊക്കെ മികച്ച റെക്കോർഡാണ്. സൂര്യകുമാർ യാദവിന് കീഴിൽ തോൽവി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ തയ്യാറെടുപ്പ് കിട്ടുന്ന എതിരാളികൾ ന്യൂസിലാൻഡാണ്. അതൊട്ടും ചെറിയ എതിരാളികൾ. ഈ പറഞ്ഞ പോലെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു ടീമാണ്. അപ്പം ഇതിൻ്റെ ഈ പരമ്പരയുടെ പ്രകടനം അത് ലോകകപ്പിലെ മത്സരത്തിൽ ഇന്ത്യക്ക് ആത്മവിശ്വാസത്തെ മൊത്തത്തിൽ ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല രീതിയിലുള്ള മത്സരങ്ങൾ പ്രതീക്ഷിക്കാം. അത് വിജയിക്കാതെ പോയാലും ഇന്ത്യക്ക് വിജയത്തിലേക്കല്ല, കുറഞ്ഞൊന്നും ഇന്ത്യ സ്വപ്നം കാണുന്നുമില്ല. നമ്മുടെ താരങ്ങളിലൊക്കെ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ തിലകില്ലാത്ത പരിക്കിന് പകരം ശ്രേയസാണ് കളിക്കുന്നത്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ശ്രേയസ് നമുക്കറിയാം യാതൊരു ആശങ്കയും ശ്രേയസിൻ്റെ കാര്യത്തിൽ വേണ്ട. പക്ഷേ ഇതിൽക്കൂടി ലോകകപ്പിലെ ടീമിൽ സ്ക്വാഡിലേക്ക് ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ആ പരിക്കിൻ്റെയും ഇതിൻ്റെയും പിടിയിലാണുള്ളത്. പിന്നെ ലോകകപ്പ് പടിവാതിൽക്കുള്ള മത്സരമാണ്. പരിക്കിൻ്റെയിലേക്ക് പോകാതെ താരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പല ആശങ്കകൾ വരുന്നുണ്ട്. ന്യൂസിലാൻഡും അങ്ങനെയാണ്. പക്ഷേ ന്യൂസിലാൻഡ് കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ കണ്ടീഷനിൽ അറിയുന്ന ടീമാണ്. ഇന്ത്യയിൽ കണ്ടീഷനിൽ ഒന്നുകൂടി പയറ്റിത്തെളിയാൻ, ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ കണ്ടീഷനിൽ ഒന്നുകൂടി പയറ്റിത്തെളിയാൻ വേണ്ടി കളിക്കുവാണ്. അവർക്ക് അങ്ങനത്തെ രണ്ടിതായിട്ട് അവർക്ക് ശരിക്കും ഒരു സന്നാഹ മത്സരം, ഒരു പരിശീലന മത്സരം തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യക്ക് പക്ഷേ ഒരുപാട് അഭിമാന പോരാട്ടത്തിൻ്റെ ഇതും കൂടി എലമെന്റുകളിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഇന്ത്യയുടെ ടീമിലേക്ക് എടുത്തു പറയുമ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരു താരത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ, സഞ്ജു അവസാനമായിട്ടൊരു ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള കളിച്ചിരുന്നു. പക്ഷെ ഒരു പൂർണ്ണമായിട്ടും പകരക്കാരൻ റോളായിരുന്നു. പഴയ പോലെ തന്നെ തന്റെ ഓപ്പണിംഗ് റോളിലേക്ക് തിരിച്ചു തിരിച്ചുവരവിലാണ് കളിക്കുന്നത്. സഞ്ജുവിന്റെ പലപ്പോഴും എല്ലാ കാലത്തും ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പല തിരിച്ചടികളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന, എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കിട്ടിയ അവസരം എപ്പോഴാണോ തനിക്ക് അവസരം കിട്ടിയത്, അപ്പൊ ഈ അവസരം എത്രത്തോളം കിട്ടും എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് സഞ്ജു ടീമിലെ സ്ഥാനം ഉറപ്പിക്കുന്നത്. എന്നിട്ട് പോലും സഞ്ജുവിനെ ടീമിന് തെറിപ്പിക്കേണ്ട തരത്തിലുള്ള ചില നീക്കങ്ങളും പ്ലാനുകളൊക്കെ നടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പൊ ഈ ഇതിനെല്ലാറ്റിനും ഇതാക്കി നിർത്തിയിട്ട് സഞ്ജു എന്ന് പറയുന്ന താരം വീണ്ടും ഇന്ത്യയുടെ അടുത്ത ലോകകപ്പ് ടീമിലെ ഓപ്പണർ സഞ്ജു ആണ് എന്ന് സെലക്ടർമാർ പ്രഖ്യാപിക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ ആവേശം നൽകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. അപ്പൊ അതിനൊരു തുടക്കം ആ ഒരു മത്സരം. പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനെതിരെ ഇതിനു മുമ്പ് ഇന്ത്യയിൽ സഞ്ജു കളിച്ചിട്ടില്ല. ന്യൂസിലാൻഡിൽ കളിച്ച 2 മത്സരങ്ങളിൽ നിന്ന് സഞ്ജുവിന് ആകെ നേടാനായിട്ടുള്ളത് 10 റണ്ണാണ്. അപ്പൊ ഒരു അന്നത്തെ സഞ്ജു അല്ല ഇന്നത്തെ സഞ്ജു എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പൊ ഈ മത്സരത്തിലെ സഞ്ജുവിന്റെ സാധ്യതകൾ കൂടി നമ്മൾ പറയേണ്ടത്. സഞ്ജുവിന്റെ സാധ്യതകളെക്കാളും സഞ്ജു തിരിച്ചെത്തുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ബാലൻസിംഗ് ഉള്ള പഴയ ബാലൻസ് ഒരു ടീം എന്തായിരുന്നു, അല്ലെങ്കിൽ അഭിഷേക് സഞ്ജു എന്നുള്ളൊരു ഓപ്പണിംഗ് കോംബോ എന്തായിരുന്നു? എനിക്ക് സഞ്ജുവിനേക്കാൾ അഭിഷേകിന്റെ ഓപ്പണിംഗ് വെടിക്കെട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി പോകുന്നത്. കാരണം സഞ്ജുവും അഭിഷേകും കളിക്കുന്ന സമയത്ത് സഞ്ജുവും വെടിക്കെട്ടായിരുന്നു, അഭിഷേകവും വെടിക്കെട്ടായിരുന്നു. പവർ പ്ലേയിലൊക്കെ മികച്ച റൺ ഉയർത്താൻ വേണ്ടി എനിക്ക് പറ്റിയിരുന്നു. ഇടക്കാലത്ത് വീണ് കിട്ടിയ അവസരങ്ങളിൽ, ഈ പറഞ്ഞ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയുടെ പരമ്പരയിലും അതിന് മുന്നത്തെ ഇടയ്ക്ക് വീണ് കിട്ടിയ സമയത്ത് മാത്രമാണ് അത് വൺ ഡൗണിലൊക്കെ സഞ്ജു ഇറങ്ങുമ്പോഴായിരിക്കും അഭിഷേക് സഞ്ജു ആ കോംബോ വർക്കാവും നമ്മൾ കാണുന്നല്ലോ.
അപ്പോഴും അഭിഷേക് ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സഞ്ജു പിന്നെ എത്ര സമയം ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര റൺ എടുക്കുന്നതെന്നും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഘട്ടങ്ങളിൽ സഞ്ജു ഒരു അറ്റത്തുണ്ടെങ്കിൽ അഭിഷേക് അടിച്ചു തുടങ്ങി നമുക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷേ ഗില്ല് വന്നപ്പോൾ നമ്മൾ അഭിഷേക് ബാറ്റ് വീശുന്ന കാണുന്ന അഭിഷേകിന്റെ ശൈലിയിൽ മാറ്റം ഒന്നുമില്ല. പക്ഷേ ആ ഒരു കോംബോ അവിടെ വർക്കായിട്ടില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഇപ്പം ഗില്ലിന് പുറത്തു വേണ്ടി വന്നത്. അപ്പോൾ സഞ്ജു തിരിച്ചെത്തുമ്പോൾ പഴയ ചേട്ടനെ തിരിച്ചു കെട്ടിയ രീതിയിലാണ് അനിയൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, പവർ പ്ലേ അവർ എങ്ങനെ ബാറ്റ് വീശുന്നതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ സഞ്ജുവിൻ്റെ പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ പിന്നെ അവസരങ്ങൾ തന്നെ ഓപ്പണിങ്ങിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു, കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കി, ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്ന സമയത്ത് ഗില്ലിനെ ഏഷ്യ കപ്പിലേക്ക് ഗില്ലിനെ കൊണ്ടുവന്നു. പിന്നെ മധ്യനിര താരാണെന്ന് പറഞ്ഞ് മധ്യനിര കൊണ്ടുപോകുന്നു, 3-ാം നമ്പറിലേക്ക് കൊണ്ടുവരുന്നു, 8-ാം നമ്പറിലേക്ക് ഓടിക്കുന്നു, തലങ്ങും വിലങ്ങും ഓടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗില്ലിന് പരിക്കുപറ്റി ഒരു ഓപ്പണിങ്ങിൽ വീണ്ടും അവസരം കിട്ടുന്നു, അതിൽ വീണ്ടും കസറുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് പൊരുതി വീണ്ടും തൻ്റെ സ്ലോട്ട് ഓപ്പണിംഗ് തന്നെയാണെന്ന് പിന്നെ സെലക്ടർമാർക്ക് ആഭ്യന്തര ക്രിക്കറ്റ് ഉൾപ്പെടെ കളിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത് വീണ്ടും ഓപ്പണിങ്ങിലേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് സഞ്ജുവിന് വീണ്ടും തെളിയിക്കേണ്ടതുണ്ട്. സഞ്ജുവിന് ഓരോ മത്സരം നിർണായകവും തെളിയിക്കേണ്ടതുമാണ്. അത് നമ്മൾ എന്നും പറയുന്നതാണ്. അപ്പോൾ സഞ്ജുവിന് ഇപ്പം ഈ നടക്കുന്ന പരമ്പര ക്രൂഷ്യലാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം ഇതിന് തിളങ്ങാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ലോക സ്ക്വാഡിൽ വരെ മാറ്റം വരുത്തും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സ്ക്വാഡിൽ ഇപ്പം ഇഷാൻ ഉണ്ട്, ഇഷാൻ കളിക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ പ്രകടനം നിർണായകമാണ്. സഞ്ജു അഭിഷേക് ആകുമ്പോൾ മറ്റേ നമ്മുടെ ഇയാൾ പറഞ്ഞ പോലെ ഉത്തപ്പ പറഞ്ഞ സഞ്ജു ഷേക്ക് അത് എൻ്റെ ഒരു തിരിച്ചുറയിക്കും. അതിനൊപ്പം ശ്രേയസ് അയ്യർ കൂടി മധ്യനിരയിൽ കൂടി വരുമ്പോഴേക്ക് സെറ്റാവും, ടീം സെറ്റായിരിക്കും. ഈ വലിയ ആശങ്കയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയുടെ കരുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് നിരയാണ്. അതായത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് അത്രക്കും അടിപൊളിയാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഹാർദിക്, അക്സർ, അതുപോലെ തന്നെ ഹർഷിത്ത് വരെ ഇപ്പോൾ ഈ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഹർഷിത്തിനെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം കാണാൻ ഒരു എന്താണ് ഹർഷിത്തിന്റെ ഒരു പ്രകടനം എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണാൻ ഒരു ഇതുണ്ട്. പക്ഷെ അപ്പോഴും അങ്ങനെ നോക്കുമ്പോഴും അർഷ്ദീപ് അതുപോലെ തന്നെ ബുംറ എന്ന് പറയുന്ന രണ്ട് പേസ് ഓപ്ഷനുകൾ ഇന്ത്യക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള ഏകദിന പരമ്പര പോലെയല്ല. അപ്പൊ ഇവര് പ്രത്യേകിച്ച് ബുംറ ഡെത്ത് ഓവറിൽ ഇന്ത്യയുടെ ഒരു കരുത്തായിട്ട് മാറേണ്ട ഒരു തന്നെയാണ്. അതുപോലെ തന്നെ അർഷ്ദീപ് നമുക്കറിയാം T20 അവർ രണ്ടുപേരും കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് വളരെയധികം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്ത്യയുടെ സ്പിൻ ആക്രമണം നമ്മൾ നോക്കുകയാണെങ്കിൽ കുൽദീപ് ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്, രണ്ടുപേര് ഉണ്ട്. പിന്നെ രവി ബിഷ്ണോയി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെ, അക്ഷർ പട്ടേൽ ഉണ്ട് വൈസ് ക്യാപ്റ്റൻ. അല്ല, അക്ഷർ പട്ടേൽ ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു, കാരണം ഓൾറൗണ്ടർ ആണല്ലോ. സ്പെഷ്യലിസ്റ്റ് സ്പിന്നേഴ്സ് ആയിട്ട് വരുൺ ചക്രവർത്തിന്റെ അതുപോലെ തന്നെ ഇതുണ്ട്. പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഇപ്പൊ ബിഷ്ണോയിനെ ടീമിൽ എടുത്തിട്ടുണ്ട് സ്ക്വാഡിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ അക്സറും ഉണ്ട്. അക്സർ ബാറ്റിംഗ് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു സ്പിൻ അറ്റാക്ക് ഇന്ത്യൻ ടീമിനുണ്ട്. മറുവശത്ത് ന്യൂസിലാൻഡ് മോശമല്ല, കാരണം ക്യാപ്റ്റൻ സാഡ്നർ ഉണ്ട്, അതുപോലെ തന്നെ സോദി എന്ന് പറയുന്ന ഇന്ത്യയിൽ നല്ല റെക്കോർഡുള്ള രണ്ട് സ്പിന്നേഴ്സ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യയുടെ വേറൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഹോം അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും ലോകകപ്പിന് മുമ്പ് സ്വന്തം നാട്ടിലൊരു മത്സരം കളിക്കാൻ, ഒരു പരമ്പര കൂടി കളിക്കാനുള്ള ഒരു അവസരം ഇന്ത്യൻ ടീമിന് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പോൾ നമ്മൾ 79 റണ്ണിന് ഓൾ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മൈതാനത്ത് നമുക്കറിയാം കുറച്ച് ബാറ്റിങ്ങിന് കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വെടിക്കെട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. എനിക്ക് തോന്നുന്നു ഒരു തവണയാണ് 200-200-ലധികമുള്ള റണ്ണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് ശേഷം എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് 79 റണ്ണിന് ഓൾ ഔട്ട് ആയ ഒരു ഇതാണ്. അപ്പൊ അത് ന്യൂസിലാൻഡിനെതിരെയായിരുന്നു. അപ്പൊ ന്യൂസിലാൻഡിന് അതേ ബോളേഴ്സ് തന്നെ എപ്പോഴും ഉള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു 14 റണ്ണ് വഴങ്ങിയിട്ടാണ് 4 വിക്കറ്റ് സാഡ്നർ വീഴ്ത്തുന്നത്, 3 വിക്കറ്റ് സോദി വീഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് ആ മാച്ച് വരുന്നത്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഭീഷണി എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഭീഷണി ന്യൂസിലാൻഡിന്റെ സ്പിന്നേഴ്സ് ഉണ്ടാക്കുന്ന ഈ ഒരു ത്രെട്ട് തന്നെയാണ്. പിന്നെ ഈ എന്താ പറയുക, ഇവിടെ ഓരോ ചില ടോസ് അതുപോലെയുള്ള ഘടകങ്ങളും മറ്റുള്ള ഘടകങ്ങളും കൂടി ചില സമയത്ത് നിർണായകമാകുമെന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഒരു നിലവിലുള്ള T20 ചാമ്പ്യന്മാർ എന്ന തരത്തിലുള്ള ഒരു പ്രഷർ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഏകദിന പരമ്പര തോറ്റു എന്നതിൻ്റെ ഒരു പ്രഷർ ഈ ടീമിന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതേസമയം ഇന്ത്യനെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു മൊത്തത്തിൽ പോസിറ്റീവാണ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് T20. കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് ഇതുവരെ T20 ഒരു പരമ്പരയും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടി ഉണ്ട്. അപ്പൊ അതെ ആ ഒരു സൂര്യകുമാർ യാദവിന്റെ കീഴിൽ. പക്ഷെ നമ്മൾ പറയും നെഗറ്റീവ് പറയുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഫോം പറയണം. സൂര്യകുമാർ യാദവിന്റെ ഫോം പെർഫോമൻസ് എങ്ങനെയായിരിക്കും. അതേസമയം തിലകിന് ഒത്ത ഒരു പകരക്കാരനായിട്ട് ശ്രേയസ് അയ്യർ ടീമിലുണ്ട്. പക്ഷെ നമ്മളപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു, ശ്രേയസ് ഒരു റൈറ്റ് ഹാൻഡർ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇഷാൻ കിഷൻ അവിടെ ടീമിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ മത്സരം ഇന്ത്യക്ക് ഒരു നല്ല വിജയം തന്നെ നേടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സഞ്ജുവും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഓരോ താരങ്ങളും മികച്ച പ്രകടനം നടത്തുകയും ഈ ന്യൂസിലാൻഡിനെതിരെ ഒരു വമ്പൻ വിജയം തന്നെ നേടാൻ കഴിയട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും
ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.